ഹലോ, വെൽക്കം ടു ചിക്കീസ് ക്രാഫ്റ്റ് അവർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബീൻസാണ്. ഇത് ബീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ടൈപ്പ് ക്ലസ്റ്റേർഡ് ബീൻസ് അങ്ങനെയൊക്കെ പറയുന്നൊരു ടൈപ്പ്, ബോഡ് ബീൻസ് അങ്ങനെ ഒരു ടൈപ്പ് ബീനാണ്. ഓരോ നാട്ടിൽ ഓരോ പേര് പറയും. നമ്മുടെ നാട്ടിൽ അമരപ്പയറെന്നും പറയും. എന്ന് പറഞ്ഞാൽ അമരയ്ക്ക എന്ന് പറയുന്നത് വേറെയാണ്, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇത് അമര പയറെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് ടൈപ്പ് കിട്ടും, ക്ലൈമ്പിംഗ് ആയിട്ടുള്ളതും ഉണ്ട്, അല്ലാതെ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ വളരുന്ന ടൈപ്പും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ കൂടുതലും ഷോർട്സ് ടൈപ്പാണ് വാങ്ങിക്കുന്നത്. ക്ലൈമ്പിങ്ങിന് വലിയ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതാണ്, വൈറ്റ് കളർ. ഇതിപ്പോൾ രണ്ട് ടൈപ്പ് ഇതേപോലത്തെ ബീൻസ് കിട്ടും. ഒന്ന് വയലറ്റ് കളർ കുറച്ചും കൂടെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് കുറച്ച് എന്നാലും ഭംഗിയുണ്ട്, നല്ല വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ളൊരു പയറാണിത്. കണ്ടോ, ഇത് കുഞ്ഞ് ഫ്ലവറിൽ നിന്ന് അതിൻ്റെ കായ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. നമ്മൾ ഇതിനെ വളം വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ഉള്ളിയുടെ തോട്, ഒനിയൻ്റെ ഇത്, പഴത്തൊലി, ഈ ബനാനയുടെ ഇത് നമ്മൾ മിക്സിയിട്ടൊന്ന് പൊടിച്ച് സൈഡിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് കഴുകിയതിന് ശേഷം വരുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇതിൻ്റെ മൂട്ടിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ച് വേണം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്സൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഫ്ലവേഴ്സ് തൊഴിഞ്ഞു പോവുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ തട്ടുകയോ ഒന്ന് കുലുക്കി കൊടുക്കുകയോ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് പോളിനേഷൻ നടത്തി നമുക്ക് കറക്റ്റ് എല്ലാ കായും കിട്ടും. പിന്നെ വേറെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ ചെടികൾ നിങ്ങൾ വീട്ടിൽ വളർത്തുക. അപ്പോൾ എൻ്റെ സ്വീറ്റ് സബ്സ്ക്രൈബേഴ്സിന് ഹാപ്പി ഗാർഡനിങ് ഫ്രം ഇറ്റ്സ് GK's Craft Hours. താങ്ക് യു.